യസ്യ ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭിവ്യഞ്ജകം യതന്യത്രാപി ദൃശ്യേത തൽതേനൈവ വിനിർദിശേൽ. യസ്യ ലക്ഷണം പ്രോക്തം, ഓരോരോ വർണ്ണങ്ങൾക്കും നിശ്ചയിച്ച ലക്ഷണം വേറൊരു വർണ്ണത്തിൽ ജനിച്ച വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ അയാളുടെ ജനിച്ച വർണ്ണമല്ല നോക്കേണ്ടത്, അയാളിൽ കാണുന്ന ലക്ഷണം എന്താണോ അത് നോക്കിയിട്ട് എന്ത് മനസ്സിലാക്കണം? വർണ്ണത്തെ നിശ്ചയിക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ബ്രാഹ്മണ വർണ്ണത്തിൽ പറഞ്ഞ ലക്ഷണം തപസ്, ദയ, സത്യം തുടങ്ങിയ ലക്ഷണങ്ങൾ ഒരു ശൂദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യനിൽ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശൂദ്രനായിട്ട് കരുതണ്ട. ബ്രാഹ്മണ ലക്ഷണത്തോടു കൂടിയ ഗുണങ്ങൾ അയാളിൽ ഉണ്ടെങ്കിൽ അയാൾ എങ്ങനെ കാണണം? ബ്രാഹ്മണനായിട്ട് കാണണം. ഇതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്രീധരാചാര്യസ്വാമികൾ ബ്രാഹ്മണനാണ്, ജന്മം കൊണ്ട് അയാൾ ബ്രാഹ്മണനാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ വിശാല വീക്ഷണം ആലോചിച്ച് നോക്കൂ. ഭാഗവതത്തിന്റെ ആ കാമ്പ് ഒട്ടും നഷ്ടപ്പെടുത്താതെ വ്യാഖ്യാനിച്ചു. ശ്രീധരാചാര്യരെ കുറിച്ച് മലയാളികൾ കേട്ടിട്ടുണ്ടാവും. കാരണം പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ കാണാം, ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു, ബാദരായണൻ താനും പറഞ്ഞതു, ഗീതയും പറഞ്ഞിടുന്നതിതു തന്നെ വേദവും ബഹുമാനിച്ചു കൊള്ളുന്നു. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ അവസാനം ശ്രീധരാചാര്യരെ പരാമർശിക്കുന്നുണ്ട്. ഒരാചാര്യൻ പോലും വർണ്ണം ജാതിയും രണ്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല, രണ്ടും ഒന്നാണ് തന്നെയാണ് പറഞ്ഞത്. ഒരാചാര്യൻ പോലും ആ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടില്ല. എല്ലാ പുസ്തകങ്ങളിലും ജാതിവാദം മാത്രമാണുള്ളത്. ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് കേൾക്കാം. ഇതൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് ശ്രീധരാചാര്യരുടെ ഈ ഒരു വ്യാഖ്യാനം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും.